ഹായ് ഗൈസ്, ഞാൻ എന്താ ഓഫീസ് പോകാൻ റെഡി ആയിരുന്നു. ഇന്ന് സാറ്റർഡേ ആണ്, പക്ഷേ അർച്ചനയില്ല. അപ്പോൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു, ഒരു അർച്ചനയ്ക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ തന്നെ ഇടുന്നുണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ അതാണ് ഈ വീഡിയോ കേട്ടോ. അപ്പോൾ എന്താണ് നമുക്ക് കാണണം, എന്താണ് വീഡിയോ, എവിടേക്കാണ് അത്യാവശ്യം എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാവും. കാരണം ഷോർട്സിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. കാണാം, വീഡിയോ കാണാം. പറഞ്ഞ പോലെ അർച്ചന്റെ എൻഗേജ്മെന്റിന് പോകാനുണ്ട്. നമ്മളപ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഞാനും വിഷ്ണുപ്രിയയും കൂടിയിട്ടാണ് അവിടേക്ക് നാട്ടിലേക്ക് പോകുന്നത്. വിഷ്ണുപ്രിയന്റെ വീട് പിന്നെ ഓൾറെഡി കാസർഗോഡ് ആയതുകൊണ്ട് അവിടെ വരെ അവളുണ്ടാവും. അതായത് നമ്മൾ പോകണ്ട. അതാ കുറ്റിപ്പുറം എത്തിയിട്ടുണ്ട്. ദൂരണ്ടാ ഇവിടെ ഭയങ്കര വെയിലാണ്. നല്ല തന്നെ ഞാൻ കരിഞ്ഞിട്ടാണ് കേൾക്കാൻ ഞാൻ കരി കേസപ്പോൾ നമ്മളിപ്പോൾ കുറ്റിപ്പുറത്തുണ്ട്. എന്താ കഴിക്കുന്നത്? ചോറ് എന്തൊക്കെയാ ഉള്ളു? നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് കഴിച്ചത്. നമ്മുടെ ഹോസ്റ്റലില് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഒരു കുപ്പി വെള്ളവും വാങ്ങിച്ച്. വെള്ളം കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിൽ. ഇത് ബസ് സ്റ്റാൻഡ്, ഇത് റെയിൽവേ സ്റ്റേഷൻ. ഏക ഉപകാരം ഇതാണ്. നമുക്ക് പോവാം. കാസർഗോഡ് എങ്ങനെയാണത് കണ്ടിട്ട് വരാം. അത് അർച്ചൻ്റെ എൻഗേജ്മെൻ്റ് കണ്ടിട്ട് ഭയങ്കര വെയിലാണ് കേട്ടോ. ഇവിടെ സഹിക്കാൻ പറ്റില്ല ഗൈസ്, എന്തൊരു ചൂടാണ്. നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. പീപ്പിളാണ് ടിക്കറ്റൊക്കെ എടുക്കുന്നത്. ട്രെയിന് ഡിലേ ആണ് കേട്ടോ. പാപി ചെല്ലുന്നിടം പാതാളമെന്നാണ്. ഫുള്ള് ടാനടിച്ച് ഗൈസ്. ട്രെയിന് ഫുള്ള് ഡിലേ ആണ്. വിഷ്ണുപ്രിയക്ക് എന്താ പറയാനുള്ളത്? ഗൈസ്, വിഷ്ണുപ്രിയക്ക് ബിരിയാണി കഴിച്ചിട്ട് ഉറക്കം വരുന്നുണ്ടെന്നാണ് പറയുന്നത്. കുട്ടി ഉറങ്ങുന്നുണ്ട്. ഞാനാണെങ്കിൽ ഇങ്ങനെ എന്താ കിച്ചനത്താ ഇങ്ങനെ ചിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നമ്മളിങ്ങനെ ചെറിയ ചെറിയ മൊമെന്റ് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. ഓരോ മൊമെന്റ് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു മെസ്സേജാണത്. ഓക്കെ, അങ്ങനെ ആയിരിക്കണം നമ്മൾ. കാരണം നെക്സ്റ്റ് നിമിഷം നമുക്ക് എന്താണ് ആവുന്നത് നമുക്ക് അറിയില്ലല്ലോ. ട്രെയിൻ വരുന്നുണ്ട്, നമുക്ക് ട്രെയിൻ കയറാം. മെല്ലെ 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 മെല്ലെയാണ് ഈ ട്രെയിൻ വരുന്നത്. കുറേ നേരെ നമ്മളുടെ ഇപ്പം എല്ലാവരും എണീറ്റിട്ടുണ്ട്. കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാണുന്നതാണ് ട്രെയിൻ, അതിലാണ് നമ്മൾ പോകുന്നത്. ഗൈസ് ബൈ ബൈ, മലപ്പുറത്തോട് ബൈ ഗൈസ്. എപ്പോൾ ട്രെയിനിൽ വന്നാലും ഈ ട്രെയിനിൻ്റെ മുകളിൽ ഞാൻ കിടക്കുന്നത് ഈ പച്ചക്കിടക്കം വലിയ ഇഷ്ടമാണ്. ഇതെൻ്റെ ഏരിയ ആയിട്ട് ഞാൻ കണക്കാക്കുന്നു. ഇതെൻ്റെ ഏരിയ കോടെന്നാണോ ഇങ്ങോട്ട് ഭയങ്കര സംസാരിക്കും. പക്ഷെ ഞാൻ എന്നെ നോക്കിയിട്ട് എപ്പോഴും സംസാരിക്കും. ഞാൻ പറഞ്ഞില്ലേ, എന്നും ഇങ്ങനെ തന്നെയാണ്. എല്ലാ ട്രെയിനിൻ്റെ മണ്ടയും എനിക്ക് തന്നെ അവിടെ ചുമ്പിയെ ഇരിക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇങ്ങനെയാണ് കേരളം. ഗൈസ്, ഞാനിതൊരു വീടാക്കി എടുത്തിട്ടുണ്ട്. എന്നാലും എനിക്ക് പ്രൊമോഷൻ പിന്നെ താഴേക്ക് വന്നിട്ടുണ്ട്. ഈ പ്രൊമോഷനാണ്. അപ്പോൾ വിഷ്ണുപ്രിയ എന്തായാലും എന്നെ ഉറക്കത്തന്നെ എണീപ്പിച്ചിട്ട് താഴത്തേക്ക് വാ, ഇവിടെ കുറച്ച് കാഴ്ച കാണാണ്ട് പറഞ്ഞു. ഇപ്പം നമ്മൾ കാണുന്നത് ബേക്കൽ ഫോർട്ടിൻ്റെ ആ ഒരു കടൽ ബീച്ചാണ് കേട്ടോ. നന്നായിട്ടുണ്ട് കാണാൻ കേട്ടോ. അപ്പോൾ എനിക്ക് പിന്നെ പൊതുവേ ഈ വെള്ളങ്ങളിനോടൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എന്താ വെള്ളം കാണുമ്പോൾ ഞാൻ കാണാത്ത പോലെ ഇങ്ങോട്ട് കാണിക്കാറുണ്ട്. ഈ വെള്ളം, അയ്യോ വെള്ളം, ആ ഒരു പ്രവണതയാണ് കേട്ടോ എനിക്ക്. ഇവിടെ ആണെങ്കിൽ എല്ലായിടത്തും വെള്ളമാണ് കേട്ടോ. അങ്ങോട്ട് തിന്നാലും വെള്ളം, ഇങ്ങോട്ട് തിന്നാലും വെള്ളം. പക്ഷെ നന്നായിട്ടുണ്ട് കേട്ടോ കാണാൻ. കുറച്ച് ഒരു ലീവുള്ള സമയത്തൊക്കെ നമുക്ക് പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് കാണാനൊക്കെ ഉണ്ട് കാസർഗോഡ്. അപ്പം നമ്മൾ ട്രെയിനിൽ പോകണമെന്ന് ഞാൻ ഒന്നും കണ്ടില്ലായിരുന്നു. ഞാൻ പിന്നെ ഫുള്ള് ഉറക്കവും കൂടെ ആയതുകൊണ്ട് ഫുള്ള് ഡല്ലായിട്ടുണ്ട്. ഇവിടെ ആയിരുന്നു എൻ്റെ എന്താണ് ട്രെയിൻ വാസം കയറിയപ്പോൾ മുതൽ. നമ്മൾ ലേഡീസ് കമ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാസർഗോഡ് ഓട്ടോയ്ക്ക് ടിക്കറ്റ് എടുക്കുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ. നമ്മളവിടെ പോലെ അല്ല, ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഈ സമയം ഞാൻ ടിഷ്യൂ എടുത്തിട്ട് ഫേസൊക്കെ ഒന്ന് തുടച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ചൂടുണ്ട്. മഴയൊന്നുമില്ല, മഴക്കാലം തോന്നുന്നില്ല. മഴ പിന്നെ കുടയും എടുത്തിട്ടുണ്ടായിരുന്നില്ല.
ഗൈസ് പിന്നുണ്ടല്ലോ ഇത് അവളുടെ വീട്ടിലേക്കില്ലേ എന്തൊരു ദൂരമാണ് അറിയോ, 1.5 മണിക്കൂർ ഇങ്ങോട്ട് ട്രാവലിംഗ് ഉണ്ട് കേട്ടോ. ഭയങ്കര പറഞ്ഞാൽ ഭയങ്കര ദൂരം കേട്ടോ. നമ്മൾ മൈസൂരൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വളഞ്ഞ വളഞ്ഞ വഴികളില്ലേ, ആ ഒരു ഇതാണ് കേട്ടോ. അപ്പുറത്തപ്പുറത്ത് എനിക്ക് ശരി ഒരു മണ്ണിടിച്ചിലൊക്കെ ഓർമ്മ വന്നു കേട്ടോ. അപ്പോൾ എനിക്ക് സത്യം എനിക്ക് ആ ഒരു ഫീൽ ആയിരുന്നു. ഇരുട്ട് എനിക്ക് എവിടെ എത്തിയെന്ന് അറിയുന്നില്ല, ഒന്നും അറിയുന്നില്ല കേട്ടോ. കാരണം കാട് തന്നെ ഫുള്ള് കാട്, ഒരു കുന്നിൻ്റെ മുകളിലേക്ക് പോകുന്ന അങ്ങനെയൊക്കെയുള്ള എനിക്കൊരു ഫീല്. പിന്നെ പെട്രോൾ പമ്പിൽ ബസ് നിർത്തി പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പെട്രോൾ പമ്പിൽ പിന്നെ പെട്രോൾ അടിക്കാനുള്ള ബസ് നിർത്തുക, അത് വേറെ കാര്യം. പക്ഷെ നമ്മുടെ അവിടെ അങ്ങനെ അടിക്കാറില്ല. അവൻ രാവിലെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങനെ കയറ്റുന്നത് കണ്ടിട്ടില്ല. അപ്പം എന്തായാലും നിർത്തി. ഞാൻ വിചാരിച്ചു ചേട്ടാ ഇന്നൊന്ന് എത്തിക്കുക, അടൂരെന്ന് പറയുന്നുണ്ട്. അവർ പറഞ്ഞ ലാംഗ്വേജ് ആണെങ്കിൽ എനിക്ക് ഇട്ട് മനസ്സിലാവുന്നില്ല. ഏടേ വാടേ ഇങ്ങനെയൊക്കെയാണ് പറയണത്. ഇത് പിന്നെ നമ്മുടെ ചേച്ചിയുടെ കല്യാണത്തിന് മേക്കപ്പ് ചെയ്ത ബ്യൂട്ടീഷ്യൻ ആയിട്ട്. അപ്പോൾ അവരാണ് അർച്ചനയ്ക്ക് മേക്കപ്പ് ചെയ്യുന്നത്. അപ്പം ഞാനാണ് ഇവരെ കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പം നമ്മളിത് അവരുമായിട്ട് അവളുടെ ചേച്ചിയുടെ വീട്ടിലാണ് അവരെ സ്റ്റേ ചെയ്യിപ്പിക്കുന്നത്. കാരണം ഇവളുടെ വീട്ടിൽ കുറച്ച് പേരുള്ളതുകൊണ്ട് അവർ അവിടെയൊക്കെയാണ്. പിന്നെ നമ്മൾ നേരെ അവളുടെ വീട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് അവളുടെ വീട്. ശരിക്കും എന്താണ് കുന്നിന്റെ മുകളിലേക്ക് അറിയാലോ. നിങ്ങളിത് കാണുന്നത് എന്റെ ഫ്രാൻസ് ആണ് കേട്ടോ. ഫ്രാൻസ് അസോസിയേഷൻ തന്നെ എനിക്ക് അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളത് ആ വീടൊക്കെ എത്തിയിട്ടുണ്ടെന്നായിരുന്നു. പിന്നെ നമ്മൾ ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാം. അപ്പോൾ കഴിച്ച് കഴിഞ്ഞാൽ കേട്ടോ കുറച്ച് എരിവുണ്ട്, അതാ ഞാൻ ഇപ്പോൾ വലിച്ചോളൂ. പിന്നെ ഇവിടെ എന്നോട് പറഞ്ഞാണ് കേട്ടോ ആളുകളുണ്ടാവും സൂര്യ ചുരിദാർ ഇട്ടാൽ മതി എന്ന്. അപ്പം ഞാൻ പറഞ്ഞ പോലെ വാക്ക് പാലിച്ചിട്ടുണ്ട്. ഇതാ ഞാനിതാ കോഡ് സെറ്റാണ് ഇട്ടത് ഇരിക്കണത് കേട്ടോ. ടീഷർട്ടൊന്നുമല്ല, ജീൻസ്. അവളെ പറഞ്ഞു ജീൻസൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞായിരുന്നു. ശരിയെന്ന് വെച്ചിട്ട് അപ്പോൾ ചുരിദാർ ഇട്ടിട്ട് ഇങ്ങനെ ഡീസൻ്റായിട്ട് നിൽക്കണം. നിങ്ങൾ എന്നെ കാണണം. ഇതാ കണ്ട നമ്മൾ പറഞ്ഞത് വാക്ക് പാലിച്ചിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം ഫ്രണ്ടിലിരുന്നായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് പേര് കഴിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ എൻ്റെ കയ്യിൽ മൈക്ക് തന്നിട്ട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ അവളെക്കുറിച്ച്. പിന്നെ ഞാൻ അവളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അതും ഇതൊക്കെ ചെയ്ത് പിന്നെ മെഹന്തിയൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം അങ്ങനെ പോയി. ആ ടൈം പോയായിരുന്നുണ്ട്. പിന്നെ ഞാൻ കണ്ടത് നമ്മുടെ ടർബോലിക്സിൻ്റെ കപ്പ് ഇട്ട് നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ കിടന്ന കപ്പ്, അത് കണ്ട് ഭയങ്കര സന്തോഷം. നമ്മൾ മെഹന്തി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുന്നേ കാണിച്ചില്ലേ, ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ. കുറച്ച് ഇതിൽ പോകാനുണ്ട്. കുറച്ചും കൂടെ വെച്ചാണെങ്കിൽ ഇതിനേക്കാളും റെഡായിട്ടുണ്ട്. പക്ഷെ ഞാൻ പെട്ടെന്ന് തന്നെ കഴുകിയിട്ടാണ്. നമുക്ക് ഉറങ്ങാം. ഓക്കെ, നാളെ ഇപ്പോൾ നമ്മൾ കാത്തില്ല. നമ്മുടെ അർച്ചൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ വീഡിയോ ഇനി നാളെ കാണാം.